ചെറുകിട ആശുപത്രികൾ അടച്ചുപൂട്ടി കോർപ്പറേറ്റ് വൽക്കരണം നടപ്പാക്കാൻ സഹായിക്കുന്ന ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിനെതിരെ IMA നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ DMO ഓഫീസ് ധർണ നടത്തി. പത്തനംതിട്ട കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ സമരം മുൻ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ RV അശോകൻ ഉദ്ഘാടനം ചെയ്തു. പൊതുജന ആരോഗ്യം കാത്തുസൂക്ഷിക്കേണ്ട ഡോക്ടർമാർ ഇന്ന് സമരമുഖത്താണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡോക്ടർമാർ സമരമുഖത്തുള്ളത്. സംസ്ഥാന വ്യാപകമായി IMAയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി പത്തനംതിട്ട കളക്ടറേറ്റിലും സമരം നടത്തുകയാണ്. നമ്മളോടൊപ്പം ഇതിന്റെ സംസ്ഥാന ദേശീയ ഭാരവാഹികളുണ്ട്. ഡോക്ടർ, എന്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ സമരം നടത്തുന്നത്? ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുന്ന ഈ ആക്ട് പാർലമെന്റിന്റെ ആക്ടാണ്. സംസ്ഥാനത്തിന് ഇത് വേണ്ടാൻ വയ്ക്കാനുള്ള അവകാശമുള്ളതാണ് ആരോഗ്യ മേഖലയിൽ. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരള മോഡൽ എന്ന് പറയുന്ന നമ്മളുടെ ഈ ആരോഗ്യ മേഖലയിൽ ചെറിയ ക്ലിനിക്കുകളും ചെറിയ ആശുപത്രികൾക്കും വലിയ പങ്കുണ്ട്. ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് NABH നിലവിലുള്ള വൻകിട ആശുപത്രികൾക്ക്, കോർപ്പറേറ്റ് ആശുപത്രികൾക്ക് ബാധകമല്ല. ചെറിയ ആശുപത്രികൾക്കാണ് ബാധകം. ഇതിനകത്ത് ഒരുപാട് ക്ലാസ്സുകളിൽ ഈ ചെറിയ ആശുപത്രികൾ ഇനിയും പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലെത്തും എന്നുള്ള ഒരു ആശങ്ക ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഈ വിഷയം ഗൗരവപൂർവ്വം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഡോക്ടർ, ഇത് പത്തനംതിട്ടയിൽ ആരൊക്കെയായിരുന്നു? ഏതൊക്കെ സംഘടനയുടെ നേതൃത്വം ആരൊക്കെയാണ് പങ്കെടുത്തത്? നേരത്തെ 4 വാക്ക് പറഞ്ഞ നമ്മുടെ IMAയുടെ പൂർവിക പ്രസിഡന്റായിട്ടുള്ള അശോകൻ സാർ ഉണ്ടായിരുന്നു. നമ്മുടെ ഡിസ്ട്രിക്ട് കമ്മിറ്റി IMA, അതിന് 6 ബ്രാഞ്ചസ് ഉണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും തലവനായിട്ടുള്ള ഡോക്ടർ രാമലിംഗം സാർ, അദ്ദേഹമാണ് ചെയർമാൻ. ഞാൻ കൺവീനർ ഡോക്ടർ മുരളീകൃഷ്ണൻ. മാത്രമല്ല, ഇവിടുത്തെ എല്ലാ വൻകിട ചെറുകിട ആശുപത്രികളിലെയും ഡോക്ടർമാരും ലോക്കൽ ലീഡേഴ്സ് എല്ലാവരും ഇതിനകത്ത് പങ്കെടുത്തു. പങ്കെടുത്ത എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. ഡോക്ടർ ജോസഫ് ബ്രാം സാറ്, ഡോക്ടർ ബിലായ്, ഡോക്ടർ മനു, ഡോക്ടർ രാമലിംഗം, ഡോക്ടർ മണിമാരൻ, എല്ലാവരും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും പ്രഥമമായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറിയ ആശുപത്രികളാണ് ഒരു 1% രോഗികളുടെ ആരോഗ്യം ശരിക്കും സംരക്ഷിക്കുന്നത്. എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഒരു ക്യൂ നിൽക്കാതെ പെട്ടെന്നൊരു ഒരു നമ്പർ എടുത്ത് തൻ്റെ ജലദോഷവും പനിയും വ്യാകുലതയെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി പോകുന്ന ഒരു പേഷ്യൻറ്റിന് ഈ വാതിൽ അടഞ്ഞു പോകുന്ന ലെവലിലോട്ടാണ് ഈ അപകടം പോയിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചാബിലും ഹരിയാനയിലൊക്കെ ഈ ആക്ട് കൊണ്ടുവന്നിട്ട് 50 ബെഡിന് താഴെയുള്ള എല്ലാ ആശുപത്രികളെയും അതിനകത്ത് നിന്ന് വിമുക്തമാക്കി. എന്തുകൊണ്ട് ഇവിടെ മാത്രം നടക്കുന്നില്ല? സാക്ഷര കേരളം, ആരോഗ്യ സാക്ഷരതയുള്ള കേരളം, ഇത്രയും ഉന്നതങ്ങളിൽ നേട്ടങ്ങൾ നേടിയ കേരളത്തിൽ ഇതും കൂടെ വരണം. ഇത് വന്നില്ലെന്നുണ്ടെങ്കിൽ നാളെ ഭാവിയിൽ ഇത് രോഗികളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഞങ്ങളെ ബാധിക്കും. ഞങ്ങളെ ഈ ക്ലിനിക്കിൽ നിന്ന് ഓരോ ഡോക്ടറെയും ബാധിക്കും. ഞങ്ങളെല്ലാവരും അടച്ചുപൂട്ടി വീട്ടിയിരിക്കേണ്ടി വരും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഉപജനക്കാരെയും ബാധിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രോഗികളെയാണ്. അതുകൊണ്ട് ഇത് ഒരു ഗവൺമെന്റ് മനസ്സിലാക്കി ആ പറഞ്ഞ നിയമങ്ങളിലുള്ള ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ഇത് എല്ലാവർക്കും നല്ലൊരു ആക്ടായിട്ട് മാറ്റി തീർക്കാൻ വേണ്ടിയുള്ള ധാരണയാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. കാരണം ഇനി സമയം അധികം ബാക്കിയില്ല. മാർച്ച് ആകുമ്പോഴത്തേക്കും ഇനി റൂൾസ് എല്ലാം വരാൻ ചാൻസ് ഉണ്ടെന്നാണ് അറിയുന്നത്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.